തൃശക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ കേസിൽ അറസ്റ്റിലായ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. രാവിലെയാണ് ഉദയനിധിയെ വീട്ടിൽ നിന്നും തഞ്ചാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ റിമാൻഡ് ചെയ്യേണ്ടതില്ല എന്നാണ് തമിഴ്നാട് പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചത്. അതിനിടെ ഉദയനിധിയുടെ അറസ്റ്റിന് പിന്നാലെ തഞ്ചാവൂരിലടക്കം DMK പ്രവർത്തകർ അക്രമാസക്തരായി തെരുവിലിറങ്ങി. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നതിനിടെയാണ് ഉദയനിധി സ്റ്റാലിൻ തൃഷയെ അപമാനിക്കുന്ന അശ്ലീല പരാമർശം നടത്തിയത്. തുടർന്ന് TVK പ്രവർത്തകർ തഞ്ചാവൂർ പോലീസിൽ പരാതി നൽകി. ദേശീയ വനിതാ കമ്മീഷനിലും TVK പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ ഉദയനിധിയെ അറസ്റ്റ് ചെയ്തത്. മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയായിരുന്നു അറസ്റ്റ്. അറസ്റ്റിന് ശേഷം തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയ ഉദയനിധിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഉദയനിധിയെ റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്ന് ഹൈക്കോടതിയെ പോലീസ് അറിയിച്ചു. ഉദയനിധിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും അന്വേഷണവുമായി അദ്ദേഹം സഹകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ആരോപിക്കുന്ന കുറ്റം താൻ ചെയ്തിട്ടില്ലെന്നാണ് ഉദയനിധി മാധ്യമങ്ങളോട് പറഞ്ഞത്. The protest was, yeah, I'm ready to face the consequences. I'm not afraid of all these arrests and all. We are ready to face the consequences. അറസ്റ്റിനെ തുടർന്ന് തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ സംഘർഷങ്ങളുണ്ടായി. ഉദയനിധിയുടെ വീടിനു മുന്നിൽ തന്നെ മുദ്രാവാക്യം വിളികളുമായി TVK DMK പ്രവർത്തകരെത്തി. തഞ്ചാവൂരിൽ TVK DMK പ്രവർത്തകർ ഏറ്റുമുട്ടി. പോലീസിനെതിരെ പ്രവർത്തകർ ചെരുപ്പെറിഞ്ഞു. മദ്രാസ് ഹൈക്കോടതിക്ക് മുന്നിലും പ്രതിഷേധങ്ങളുണ്ടായി. നാളെ തമിഴ്നാട് നിയമസഭാ ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കെ ഉദയനിധിയുടെ അറസ്റ്റ് നിർണായക രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം.